अगर फतेहपुर सीकरी जाएगा तो वो 45 किलोमीटर है 45 ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ ഈ വീഡിയോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക, കാണുമല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കല്ലേ, ഒന്ന് കട്ടക്ക് നിൽക്കുന്നു. അപ്പോൾ ഞാൻ വെള്ളയും മഞ്ഞയും വെള്ളയും മറ്റോ നീലും ചുവപ്പും ഒക്കെ ഇട്ട് നമ്മളെങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ താജ്മഹൽ കാണാൻ പോകണം. താജ്മഹൽ കാണാൻ പുതിയില്ലാത്തവരുണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഓട്ടോറിക്ഷയിലായിട്ട് നമ്മൾ പോകണേ. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ എങ്ങനെ എത്തി എന്നൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ഉള്ള സ്ഥലം വെച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുന്ന് നമ്മൾ പോവാം. ഈ ഓട്ടോറിക്ഷയിൽ എങ്ങനെ എത്തിയെന്ന് വിചാരിച്ചാൽ, നമ്മൾ 2 ദിവസം ന്യൂഡൽഹിയിലത്തെ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട്. ജമാ മസ്ജിദ്, ലോട്ടസ് ടെമ്പിൾ, കുത്തബ് മിനാർ, ചോർ ബസാർ, അതൊക്കെ എന്ത് ചെയ്യുക, അതിൽ പോയാൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏതായാലും നമ്മൾ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നമ്മൾ താജ്മഹലിലേക്ക് നടക്കണം. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് താജ്മഹൽ കാണുന്നത്. പോണ വഴിക്ക് എന്ത് ചെയ്ത് ചായ കുടിക്കുക ചെക്കന്മാർ. ഓക്കെ, ചായ കുടിക്കുക. അങ്ങനെ നല്ലൊരു ചായ വാങ്ങി നമ്മൾ കുടിച്ച്. ഈ ചായക്കൊരു പ്രത്യേകത കേട്ടോ. എന്താ പറയുക, ഈ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതൊരു മണ്ണിൻ്റെ ഗ്ലാസ്സാണ്. അത് നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞത്. സംഭവം നമ്മൾക്കത് വേസ്റ്റ് കളയുമ്പോൾ എന്തോ ഒരു പോലെ തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ മൺചട്ടിയിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, ഒറ്റ യൂസിങ് കഴിഞ്ഞ് നമ്മളത് വേസ്റ്റ് കൊണ്ടിടുമ്പോൾ നമുക്കൊരു ഇടങ്ങേറ് വരില്ലേ. അതുപോലെ ഏതായാലും നമ്മൾ ഒരു പറഞ്ഞ കേട്ട് നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നടന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാഴ്ചകളാട്ടെ കാണണമൊക്കെ. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ അല്ല ടിക്കറ്റ് എടുക്കല്ലേ പറയാം. അങ്ങനെ വേറെ സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെയാണ് പറയാം. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി താജ്മഹൽ കാണാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നടന്ന് ഒരു സാധനം കണ്ട്, താജ്മഹലിൻ്റെ ഒരു സൈഡ് കണ്ട്, അങ്ങനെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ താജ്മഹൽ പെട്ടെന്നാണ് എന്ത് ചെയ്ത് മുന്നിൽ അപ്രത്യക്ഷപ്പെട്ടു. ആ ഫസ്റ്റ് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ ഒരു ഇത് അപ്പം കിട്ടുന്നൊരു ഹാപ്പി ഉണ്ട്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ഹാപ്പി കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കി കാണുന്നവർക്കാണെങ്കിൽ ഒന്നും കൂടി ആരം കിട്ടും. കാരണം എന്താ വെച്ചാൽ മുംതാസിന് വേണ്ടി ഷാജഹാന് പണി കഴിപ്പിച്ച പ്രണയ കൊട്ടാരാണിത്. ഇതിൻ്റെ ഹിസ്റ്ററി അറിയണവർക്ക് ഈ താജ്മഹൽ ഇങ്ങനെ കാണുമ്പോൾ ഓരോന്നും ഇങ്ങനെ മനസ്സിൽ വരും. അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ വേറെ ഫീ കൊടുത്ത് കാലുമേൽ ഷോക്സൊക്കെ ഇട്ട് ഉള്ളിൽ കയറി. കാരണം ചെരുപ്പ് അലോഡല്ല. അങ്ങനെ നമ്മൾ താജ്മഹൽ എന്ന കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടോ, ഈ കാണുന്നതാണ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബർ. അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല, പക്ഷെ ഇത്ര റിസ്ക് പിടിച്ച് ക്യാമറ ഒക്കെ പൊക്കി പിടിച്ച് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. ഓക്കെ, നേരിട്ട് കാണാൻ കഴിയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഹാപ്പി ആയിക്കോട്ടെ ചേട്ടൻ. നേരിട്ട് കാണാത്തവർക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയണം. അങ്ങനെ എന്തത് ഉള്ള വീഡിയോ ഒക്കെ വെച്ച് നമ്മൾ പുറത്തിറങ്ങി. ഓവർ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ താജ്മഹലിൻ്റെ പുറത്തിറങ്ങി. നമുക്കൊരു വണ്ടി കിട്ടണം നമ്മൾ റൂമിൽ പോകാൻ. കാരണം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എത്തിയാൽ പറഞ്ഞില്ലേ, നമ്മളിതിൻ്റെ മുന്നേ 2 ദിവസം ന്യൂഡൽഹിയിലത്തെ വീഡിയോൻ്റെ ചാനലുണ്ട്, കയറി കാണാം. അങ്ങനെ ഇവിടെ ഇന്നലെ രാത്രി എത്തിയതാണ്. രാത്രി റൂം എടുത്ത് ഇനി താജ്മഹൽ മാത്രം, വേറെ ഒരു ലക്ഷ്യമില്ല. ഇനി താജ്മഹൽ കാണാം, റൂം വെക്കേറ്റ് ചെയ്യാം, തിരിച്ച് ന്യൂഡൽഹിക്ക് പോകും. അതാണ് പ്ലാൻ. അങ്ങനെ പോണതിൻ്റെ ഇടയിൽ കണ്ടൊരു വണ്ടി ആട്ടത്. ഒരു വണ്ടി പ്രാന്തന്മാർക്കോ അല്ലെങ്കിൽ ആർക്കായാലും ഒന്ന് ഇഷ്ടപ്പെടുന്ന പോലത്തെയുള്ള വണ്ടി. അങ്ങനെ നമ്മൾ ആ ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ റൂമിലെത്തി നമ്മൾ ജാക്കറ്റും ബാഗും ഷൂ ഒക്കെ ഇട്ട് നമ്മൾ മാറ്റി എന്ത് ചെയ്ത് പാൻറ്റൊക്കെ അയച്ചിട്ട് വൈറ്റ് പാൻറ്റൊക്കെ ചളയാണ്ട് ചയറ്റിട്ട് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ ലഗേജും കൊണ്ട് നടക്കണം. നമുക്ക് ഇനി ഒരു ഓട്ടോറിക്ഷ കിട്ടണം. അങ്ങനെ ഓട്ടോറിക്ഷ കിട്ടൽ മസ്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ നമ്മൾ പ്ലാൻ ചെറുതായിട്ട് മാറി. നമ്മൾ ട്രെയിനിൽ തിരിച്ച് ന്യൂഡൽഹി പോകാനാണ് നമ്മൾ പ്ലാൻ ഇട്ടിനി. പക്ഷേ ട്രെയിൻ കുംഭമേള സീസൺ ആയതുകൊണ്ട് നമുക്ക് ട്രെയിൻ റഷ് ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം ഓരോ പഴമൊക്കെ വാങ്ങി കഴിച്ച്. വോൾവോസ് നമ്മൾ ഒരിക്കലും എടുക്കാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഏതായാലും നമുക്ക് ന്യൂഡൽഹിയിൽ അത്യാവശ്യമായതുകൊണ്ട് വോൾവോസ് അവിടെ നിന്ന് എന്ത് എടുത്ത് നമ്മൾ ന്യൂഡൽഹിയിൽ ഇറങ്ങി. കാരണം നമ്മൾ രാത്രി കാശ്മീർ ഗേറ്റിൽ നിന്ന് ജമ്മു താവി പോകാനാണ്. കാരണം ഗൈസ് നമ്മളെ ട്രിപ്പിൻ്റെ മെയിൻ ലക്ഷ്യം കാശ്മീറാണ്. കാശ്മീർ പോണ റൂട്ടിലാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി നമുക്ക് വിശന്നപ്പോൾ ചെറുതായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്ത് ഒരു സ്നാക്സും ചായയൊക്കെ കുടിച്ച്. വിശപ്പ് തീർന്നില്ല. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചക്കും കഴിച്ചില്ല, രാത്രിയാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ. അങ്ങനെ നല്ല വിശപ്പുണ്ട്. ആ വിശപ്പിൻ്റെ അതുകൊണ്ട് എന്ത് ചെയ്ത് എല്ലാവരും ഓരോ ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറേണ്ട, വെജിറ്റേറിയൻ അവിടെ ചിക്കനും ഇല്ല മട്ടനും ഇല്ല ഒന്നുമില്ല. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രാത്രി വോൾവോ ബസ്സിൻ്റെ സ്റ്റേഷനിലെത്തി. വോൾവോ ബസ്സിൻ്റെ സ്റ്റേഷനിലേക്ക് പോണ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എയർപോർട്ടിനേക്കാളും വലിയ ചെക്കിങ്ങിന്. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലെത്തി.
ഉള്ളിലെത്തി നമ്മൾ കട്ട വെയിറ്റിംഗാണ് ബസ്സിന്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ ബസ് വന്നപ്പോൾ ആകെ തിരക്കുണ്ടായാലും പ്രശ്നമില്ല, നമ്മൾ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് ഉണ്ടാവും. നമ്മൾ സ്ലീപ്പർ എടുക്കാനാണ് വിചാരിച്ചിന്. സ്ലീപ്പർ നമുക്ക് കിട്ടിയില്ല. ഏതായാലും നമ്മൾ ഇരുന്ന സീറ്റിലൊക്കെ ഉറങ്ങി നേരം വെളുപ്പിച്ച്. കുഴപ്പമില്ല, ഇനി നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സീറ്റിലാണെങ്കിലും നല്ല രൂപത്തിൽ ഉറങ്ങി. അങ്ങനെ നമുക്ക് ചെറുതായി വിശന്നപ്പോൾ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കേക്ക്സൊക്കെ വാങ്ങി വെച്ച്. കാരണം നമുക്ക് പോകുമ്പോൾ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ നീ കഴിക്കാൻ വേണ്ടി നമ്മളത് സ്റ്റോക്ക് ചെയ്ത് വെച്ച്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്ന് തിന്നാണ്ട് എന്തൊക്കെയത് നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചാനൽ കാണലുണ്ട്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടെ. അതായത് ഇനിയും വീഡിയോ അങ്ങോട്ട് അതിൽ കുറേ ലോങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്, അതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ. ഓക്കെ.